2 ദിവസത്തിനു ശേഷം വീണ്ടും ചർച്ചകൾ നടത്തും എന്നതാണ്. ഇതൊരു താൽക്കാലിക വെടിനിർത്തലാണോ സ്ഥിരം വെടിനിർത്തലാണോ എന്നതുൾപ്പെടെ വ്യക്തത വരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ 12-ാം തീയതി ഇരുഭാഗത്തു നിന്നുള്ള സൈനിക നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. അതായത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. കരയിലും ആകാശത്തും കടലിലും ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലും ഉണ്ടാകില്ല എന്ന തീരുമാനം ഇരുകൂട്ടരും സമ്മതിച്ചിരിക്കുന്നു. അത് അമേരിക്കയുടെ മാധ്യസ്ഥത്തിൽ നടന്ന ചർച്ചയിലാണ് ഇത് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ചുരുക്കം വാക്കുകളിലാണ് വിദേശകാര്യ സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ഞാനൊന്ന് പി ആർ സുനിലേക്ക് കൂടി പോകുന്നു. വിനീത, സുനിൽ, വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കുന്നു. 5 മണി മുതൽ വെടിനിർത്തൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ പാക് വെടിനിർത്തൽ നടപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തെല്ലാം ഉപാധികളിൽ എന്നതുകൂടി പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഏതായാലും സ്മൃതി, ഇക്കാര്യത്തിൽ ഒരു ചർച്ച തുടരാനുള്ള സാധ്യത കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെയുണ്ട്. മെയ് 12-നാണ് ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടക്കാൻ പോകുന്നത് എന്നത് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ ഈ അത്തരം ചർച്ചകളിലേക്കൊക്കെ തന്നെ പോവുക. ഏതായാലും കൂടുതൽ പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി തിരിച്ചു പോവുക മാത്രമാണ് ചെയ്തത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ച് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും വൈകിട്ട് 5 മണി മുതൽ ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നാണ് വിക്രം മിശ്രി പറഞ്ഞത്. ഇപ്പോൾ സമയം 6 മണിയാകുന്നു. അപ്പോൾ 5 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. അതായത് പാകിസ്ഥാന് ഇനി ഒരു തരത്തിലുള്ള മുന്നേറ്റം നടത്താനാവില്ല. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് നടന്നെടുക്കുന്നു എന്നുള്ളതായിരുന്നു രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൈനിക വൃത്തങ്ങൾ നൽകിയ സൂചന. ഇപ്പോൾ അത് അവസാനിപ്പിച്ച് പാകിസ്ഥാന് മടങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് കൂടി അർത്ഥമാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമ്പോൾ പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ, ഇന്ത്യ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ അതുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനി ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാമോ, അതോ ഈ വരികളിൽ അത് അവസാനിപ്പിക്കുകയാണോ? എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ചർച്ചകൾ തുടരാനുള്ളൊരു സാധ്യത അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും മെയ് 12-ാം തീയതി ഇക്കാര്യത്തിൽ ചർച്ച നടക്കും. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ സൈനിക തലത്തിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരും എന്ന് പറയുമ്പോൾ തീർച്ചയായും അത്തരം വിഷയങ്ങൾ, തർക്ക വിഷയങ്ങൾ അതിലായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റുപാധികളൊന്നുമില്ലാതെ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് തീർച്ചയായും അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് ഏതായാലും ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും പാകിസ്ഥാനും ഇന്ത്യയുമായി ഒരു രാത്രി നീണ്ട ചർച്ചകൾ നടത്തി. ആ ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറായി എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെ ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരും ആ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു, അത് സമ്മതിച്ചിരിക്കുന്നു. ഏതായാലും ആ ഒരു തീരുമാനം എന്നത് തീർച്ചയായും സമാധാനം പുലരുകയാണ്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് തർക്ക വിഷയങ്ങളുണ്ട്. അത്തരം എന്തെങ്കിലും ചർച്ചകളിലേക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ മെയ് 12-ാം തീയതി ചർച്ചകൾ നടക്കും. ആ ചർച്ചയിലായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയുടെ നിലപാടുകൾ പറയുക. നടക്കുന്ന ചർച്ച ആരൊക്കെ തമ്മിൽ സുനിൽ? ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഡിജിഎംഒ തല ചർച്ച. എന്തായാലും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, അതൊരു സൈനിക തലത്തിലുള്ള ചർച്ചയാണ്. അതൊരു നയതന്ത്ര തലത്തിലുള്ള ചർച്ചയല്ല, ഒരു സൈനിക തലത്തിലുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ ഈ സൈനിക തലത്തിലുള്ള ചർച്ചയിൽ തീർച്ചയായും എന്തൊക്കെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ, സൈനിക തലത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ആ വിഷയങ്ങളായിരിക്കാം ഒരുപക്ഷെ അതിൽ ചർച്ച നടക്കുക. അതേസമയം അതൊരു നയതന്ത്ര ചർച്ചയല്ല. അപ്പോൾ ഒരു നയതന്ത്ര ചർച്ച ഏതായാലും പാകിസ്ഥാനുമായി ഇല്ല എന്നത് ഇന്ത്യയുടെ കുറേ കാലത്തെ ഒരു തീരുമാനമാണ്. അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുന്നില്ല. പക്ഷേ സൈനിക തലത്തിലുള്ള ഒരു ചർച്ചയുമായി ഇന്ത്യ മുന്നോട്ട് പോകും എന്ന സൂചന നൽകുകയാണ്. സൈനിക തലത്തിലുള്ള ചർച്ച എന്നുള്ളത് മറ്റന്നാളാണ് നടക്കാനിരിക്കുന്നത് അല്ലേ? തീർച്ചയായും മറ്റന്നാൾ ആ ചർച്ച നടക്കുമ്പോൾ തീർച്ചയായും ഈ സൈനികപരമായ വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ കൃത്യമായി ഇന്ത്യ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ വഴിതിരിഞ്ഞു വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു സൈനിക ചർച്ചയിൽ കാര്യങ്ങൾ വരാൻ പോകുന്നു എന്നത് തീർച്ചയായും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായിരുന്നില്ല, പാകിസ്ഥാനെതിരെയുള്ള ഒരു സൈനിക നടപടിയായിരുന്നില്ല, ഇതൊരു
ഭീകരവാദത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു. അതൊക്കെ അമേരിക്കയെ ബോധ്യപ്പെടുത്തി തന്നെയാണ് ഇന്ത്യ ഒരു നീക്കം നടത്തിയത്. ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം തുടരുന്നത് തീർച്ചയായും ഏഷ്യൻ രാജ്യങ്ങളിൽ ഏഷ്യയിലൊക്കെ തന്നെ അതൊരു ഗുണം ചെയ്യില്ല. ലോകത്ത് ഒരു രാജ്യവും തമ്മിലുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 5 മണി മുതൽ അതിർത്തി ശാന്തമായിരിക്കുന്നു.